രാവിലെ നല്ല പുഴുങ്ങിയ ചേമ്പാ കഴിക്കുന്നു. എനിക്കാണെങ്കിൽ പുഴുങ്ങിയ ചേമ്പ് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയാവോ, നമുക്ക് ചെറിയൊരു ചൊറിച്ചിലുണ്ട് കഴിക്കുന്നു. മറ്റുള്ളവരെ കാണുമ്പോൾ നമുക്ക് ചൊറിയുണ്ടല്ലോ, നമ്മൾ സ്വയം ചൊറിഞ്ഞിരുന്നാൽ മതിയല്ലോ. അതാ അപ്പം ഇന്ന് പറയാമെന്ന് ഞാൻ തോന്നില്ലേ, ഇപ്പോൾ ഒരു നിയമം വന്നു. ഏതോ ഒരു ഭാര്യ ഭർത്താവിനെ കുറിച്ച്, വിവാഹമോചിതയായ ഭാര്യ ഭർത്താവിനെ കുറിച്ച് വീഡിയോ ഇട്ടെന്നും പറഞ്ഞ് ഭാര്യയെ പിടിച്ച് ജയിലിലടച്ചു. അപ്പോൾ ഇന്നത്തെ കാലത്ത് വിവാഹമോചിതരായവരാരും ഭർത്താവിൻ്റെ കുറ്റം പറയാൻ പാടില്ലെന്നാണ്. അവരെന്ത് തെമ്മാടിത്തരം കാണിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ മനസ്സിൽ വെച്ച് കൂട്ടി താക്കോൽ എടുത്തെറിഞ്ഞ് കളയണം എന്നാണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ നിയമം. അപ്പം ഞാനതൊന്നും ശ്രദ്ധിക്കുന്നില്ല. നമ്മളൊരു ഭർത്താവിനെ കുറിച്ച് കുറ്റം പറയുന്നില്ലല്ലേ, നമ്മൾ പൊതുവെയുള്ള ഭർത്താക്കന്മാരെ കുറിച്ചേ കുറ്റം പറയാറുള്ളൂ. അപ്പം പൊതുവെയുള്ള ഭർത്താക്കന്മാരെ, ഭാര്യമാർ എന്തോ പറയാൻ, അവരെ പല റോഡിൽ വിട്ട് ഇടിച്ചാലും മർദ്ദിച്ചാലും എന്തുപദ്രവിച്ചാലും എന്നും പറഞ്ഞാൽ കാലേ വീണും കെട്ടിപ്പിടിച്ച് കിടന്നേക്കണം ഭാര്യമാർ. മോചനം പാടില്ല. പിന്നെ അണ്ണന്മാർക്ക് എന്ത് തോന്നിയവസവും കാണിക്കാം, 100 പേരെ പ്രേമിക്കാം, 100 എന്താ പറയുക, നമുക്ക് ഈ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പാടില്ലല്ലോ. അവർക്ക് എന്ത് തോന്നിയവസവും പറയുന്ന പോലെ എന്തും കാണിക്കാം. ഈ പെണ്ണെന്ന് പറയുന്നത് ഒന്നുമേ കാണിക്കരുത്. കാണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സമൂഹം അവർക്ക് വേറൊരു പേരിടും. ആണുങ്ങളെന്ന് പറയുമ്പം അവരുടെ ആയുധത്തിന് കുഴപ്പമൊന്നുമില്ലെന്നാണ് പറയുന്നത്. അവർക്ക് ഏത് ചെളിയിലും കുഴിയിലും കുളത്തിലും എവിടെ വേണേലും ചാടിയാൽ അവരുടെ പേരിൻ്റെ പുറകിൽ വേറെ പേര് വരത്തില്ല. പക്ഷെ പെണ്ണുങ്ങൾ ഇവരെ തൊഴുത് ഇവർ അടിയും കൊണ്ട് ആട്ടും കൊണ്ട് തുപ്പും കേട്ട് ഇരുന്നാൽ നല്ലത്. നിങ്ങൾക്കും നല്ലത്, ഈ സമൂഹത്തിലുള്ള പെണ്ണുങ്ങൾക്കെല്ലാം നല്ലത്. പിന്നെ ചില പെണ്ണുങ്ങൾ ചോദിക്കും, ഞങ്ങൾ എത്ര നാളായി ഇവൻ്റെയൊക്കെ ഈ മക്കൾക്ക് വേണ്ടി ചവിട്ടും തൊഴിയും കൊണ്ട് കാല് വരെ തല്ലി ഒടിച്ചിട്ടുണ്ട്, ഇരുമ്പ് പഠിക്ക്. ഞങ്ങൾ സഹിച്ച് ജീവിച്ചതേ ഈ മക്കൾക്ക് വേണ്ടിയാ. മക്കൾക്ക് വേണ്ടി സഹിച്ച് ആദ്യം സഹിക്കും, പിന്നെ വെറുക്കും, പിന്നെ മറക്കും, പിന്നെ ഒരു യാത്ര പോലും പറയാതെ അങ്ങ് ഇറങ്ങും. അങ്ങനെയാണ് ജീവിതം. അപ്പം അതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. എങ്കിലും സമൂഹം സ്ത്രീകളായിട്ട് കാണുകയും അവർക്ക് വേണ്ട ബഹുമാനവും സ്നേഹവും കൊടുക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യണം. അല്ലാതെ നിന്റെ ഫോണിൽ എത്ര കാമുകന്മാരുണ്ട്? എനിക്ക് ചുമ വരുന്ന ചിരിയും വരും. അപ്പം കാമുകന്മാരെ നമ്മൾ ഭാര്യമാർക്ക് തപ്പിക്കൊടുക്കാൻ നിന്നാൽ അനവധി കാമുകന്മാർ ചിലപ്പോൾ ഉണ്ടായെന്നിരിക്കും. സ്വന്തം ഭർത്താവ് തന്നെ കാമുകനാകണം. എങ്ങനെ കാമുകനാകണം? ഇടയ്ക്കിടയ്ക്ക് ചേമ്പൊക്കെ തിന്നണം, സ്വയം ചൊറിഞ്ഞ് ആശ്വാസം കണ്ടെത്തിയിരിക്കണം. അല്ല കൂടെ കിടക്കുന്ന ആളെ മാരക ആയുധങ്ങൾ കൊണ്ട് ചൊറിയാൻ നിന്നാൽ അവരവരുടെ പോക്കിന് പോകും. പിന്നെ അയ്യോ എൻ്റെ ഭാര്യ പോയി, അയ്യോ എൻ്റെ ജീവിതം പോയി, ഞാൻ വഴിയിലായി, അവൾ അനുഭവിക്കുകയും രക്ഷപ്പെടത്തില്ലേ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ജീവിതം ഒന്നേ ഉള്ളൂ. നമ്മൾ ഏതൊരു സ്ത്രീയാണെങ്കിലും പുരുഷനായാലും നമ്മൾ മറ്റൊരുത്തൻ്റെ അടിയും തുപ്പും തെറിയും അനാവശ്യവും കേട്ട് ജീവിച്ച് ജീവിതം തീർക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് കൊള്ളില്ലെന്ന് കണ്ട, ശരിയാതില്ലെന്ന് കണ്ട ഏത് ബന്ധത്തിൽ നിന്നും ഇറങ്ങിത്തിരിക്കാനുള്ള മനസ്സ് വേണം. അത് പൊതുജനങ്ങളെ കണ്ടിട്ടോ മറ്റുള്ളവരെന്ത് ചിന്തിക്കുമെന്ന് വിചാരിച്ചോ ജീവിച്ചാൽ നമ്മൾ 6 അടി മണ്ണിൽ മറയപ്പെടും താമസിയാതെ.
അവർ തന്നെ അവരുടെ കയ്യാലെ തന്നെ ആരും അറിയത്തില്ല. ഞാൻ വന്നപ്പോൾ ഒരു കാമുകനൊക്കെ ഉണ്ട്, ഞാനവളെ വെട്ടിക്കൊന്നു എന്ന് പറയുന്ന തരം താഴ്ന്ന നാറികളാണ്. എല്ലാവരും ഇല്ല, ചില സ്ത്രീകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ചിലപ്പോൾ സ്ത്രീകൾ പ്രസവശേഷം അവർക്ക് ചിലപ്പോൾ വയറ് വരും, അവർക്ക് ശരീരത്തിന് വ്യത്യാസം വരും. ഇവരെയൊക്കെ മക്കളെ ജനിപ്പിച്ചത് കൊണ്ടല്ലേ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നു. അപ്പം അത് വെച്ച് കുടവയറായി അല്ലേ ചക്കപ്പോത്തായി അനാവശ്യ നാമകരണങ്ങൾ ഒക്കെ കൊടുത്ത് അവരെ മാനസികമായിട്ട് ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന പൊതുവെയുള്ള ഭർത്താക്കന്മാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം ഏത് ഭർത്താവാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഓരോ പാഠങ്ങളാണ്. ആ പാഠങ്ങൾ ഉൾക്കൊള്ളുക, പഠിക്കുക, മനസ്സിലാക്കുക, കൂടെ കഴിയുന്നവരെ വേണ്ടത്ര സ്നേഹിക്കുക, ബഹുമാനിക്കുക. ഒരിക്കലും നമ്മളവരെ സ്നേഹിച്ചാൽ അവർ കാമുകനെ തേടി പോകത്തില്ല, 100% ഉറപ്പ്. അവർക്ക് സ്നേഹവും പരിചരണയും പരിഗണനയും കൊടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരാണിനും അന്ത്യസമയത്ത് വെള്ളം കൊടുക്കാൻ ഒരു ഭാര്യ തലക്കീഴിൽ കാണും. അല്ലാതെ അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്നും പറഞ്ഞിരുന്ന ഒരു പെണ്ണും കൂടെ കാണില്ല. പിന്നെ ചിലർക്ക് പാരമ്പര്യം കാണും, ചിലരുടെ ജനിതകമായിട്ടുള്ള ഒരു സംഭവമാണ് മക്കളെ ജനിപ്പിക്കുക, പരക്കെ അങ്ങ് ജനിപ്പിച്ചിടുക, അവരിങ്ങനെ അങ്ങ് വളരുക. ജനിപ്പിച്ചിടുന്ന അച്ഛനെന്ന് പറയുന്ന ആളെ പിന്നെ ആ വഴിക്ക് കാണാറില്ല.